എവിടെയാ ചേട്ടന്റെ നാട്? തൊങ്ങൽക്കുത്ത്. എന്താ ചോദിച്ചത്? അല്ല, അവിടെ ഇങ്ങനെയുള്ള ആൾക്കാര് ഇനിയും ഉണ്ടോന്നറിയാനാ. എന്തൊരു മനുഷ്യനാ നിങ്ങള്. അയാൾ തന്ന പണം സ്വീകരിക്കാൻ അത് വിട്ടുകളയാം, പക്ഷെ പത്രത്തിൽ ഫോട്ടോ വരുന്നതിന് എന്തായിരുന്നു കുഴപ്പം? അതെ, ഇത്തരം വാർത്തകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയല്ലേ ഉള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് ചേട്ടൻ ഫേമസ് ആയിക്കൂടായിരുന്നു. എന്നിട്ട് എന്തിനാ ഒരാള് ഫേമസ് ആവുന്നത് എന്തിനാ? എന്തിനാ എനിക്കറിഞ്ഞൂടാ. എന്തിനാ? ഇത് ശരിയാവൂല കേട്ടാ. ഏത് ശരിയാവില്ല? ശ്ശെ, കഷ്ടം. നിങ്ങൾ ലോകം കണ്ടു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മക്കളെ. ഞാൻ കുറെ കാലമായിട്ട് കണ്ടോണ്ടിരിക്കുകയല്ലേ. ഒരുപാട് അനുഭവങ്ങളിലൂടെ പത്തി താണുപോയ ഒരു പാമ്പാണ് ഞാൻ. പാമ്പിനെന്താ ജോലി? ജോലികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും കുറച്ച് അനുഭവങ്ങൾ ചേട്ടൻ ഞങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യും. അതെ, 2-3 മണിക്കൂറിന് ഇരിക്കാനുള്ളതല്ലേ. പറ ചേട്ടാ. ഇപ്പൊ ഉള്ളതിന്റെ നേരെ വിപരീതമായിരുന്നു പണ്ട് ഞാൻ. എന്നുവെച്ചാ വിശദമായി പറയേണ്ടി വരും. പറ ചേട്ടാ. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 2 മക്കളായിരുന്നു. ഞാനും ഇന്ദിര ചേച്ചി. ഒരു പ്രണയബന്ധത്തിൽപ്പെട്ട് ചേച്ചി നേരത്തെ വീട് വിട്ടു പോയി. ദാരിദ്ര്യമായിരുന്നു അക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്. ഒരു അസൂയക്കാരനെ സൃഷ്ടിക്കുന്നതിൽ ദാരിദ്ര്യത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. ഒരു അസൂയക്കാരൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ദുരഭിമാനം, കണ്ണുകടി, പുച്ഛം, അപകർഷതാബോധം, എല്ലാത്തിനും ഉപരിയായി ആർത്തി. ആർത്തി മൂടിവെക്കാൻ വേണ്ടി അസൂയക്കാരൻ എല്ലാ അടവുകളും പ്രയോഗിക്കും. അതിലൊന്നാണ് ലളിത ജീവിത കപടാദർശം. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഗൗതമൻ, കൊട്ടാരം, പരിചാരകന്മാർ, സുഖ സൗകര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു. ഗയ, ബോധിവൃക്ഷം, തപസ്, ഒടുവിൽ ശ്രീബുദ്ധനായി. നമ്മളെല്ലാം ശ്രീബുദ്ധനാവണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലളിത ജീവിതം മാതൃകയാക്കിയാൽ എന്താ നമുക്ക്? എനിക്കിപ്പോൾ ഒരാൾ 2 കോടി രൂപ വെറുതെ തരുന്നു എന്ന് വിചാരിക്കുക. ഞാൻ വാങ്ങൂല. കാരണം ആർഭാടം ഞാൻ വെറുക്കുന്നു. തൻ്റെ ഇപ്പം 2 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കുക. ഉച്ചക്ക് ഒരു ഊണിന് പകരം 10 ഊണ് കഴിക്കോ? ഇല്ലല്ലോ. അത് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ നാട്ടിലെ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ അധ്വാനിച്ച് ടാറ്റയും ബിർളയും ആവലല്ല. ടാറ്റയെയും ബിർളയെയും കുത്തുപാളയെ അടുപ്പിച്ച് നമ്മുടെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ വിപ്ലവ പാർട്ടി ചേർന്നത്. പക്ഷേ പിൽക്കാലത്ത് പാർട്ടി നേതാക്കന്മാരൊക്കെ വൻ പണക്കാരായപ്പോൾ അവരോടുള്ള അസൂയമൊത്ത് ഞാൻ പാർട്ടി വിട്ടു. പണികൾ പലതും മാറി മാറി ചെയ്തു. ഈ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിലാണ് കൂടുതൽ പണം കിട്ടാൻ സാധ്യത എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചാടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചാടിയതല്ലാതെ ആവശ്യത്തിനുള്ള പണം മാത്രം കയ്യിൽ വന്നില്ല. പണമില്ലാത്തവന് പറഞ്ഞിട്ടുള്ളതല്ല കുടുംബജീവിതം എന്ന് മനസ്സിലാക്കാതെ പെണ്ണും കെട്ടി, കുട്ടികളുമായി. അവിടെയും ലളിത ജീവിതം ഉപദേശിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഇന്നും മത്തി തന്നെയാണോ അശോകേട്ടാ? എന്താ മത്തിക്ക് കുഴപ്പം? എപ്പോഴും ഇതല്ലേ വാങ്ങുന്നേ? ഇടയ്ക്ക് കുറച്ച് നെയ്മീനോ ചെമ്മീനോ ഒക്കെ വാങ്ങിയാൽ എന്താ? അങ്ങനെ കൊളസ്ട്രോൾ കൂട്ടുന്ന മീനുകൾ ഒരുപാടുണ്ട്. വൻ വില കൊടുത്ത് രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തണോ? മത്തിയിലാവുമ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. അത് കൊളസ്ട്രോൾ കുറയ്ക്കും. ഞാനും മക്കളും കൊളസ്ട്രോൾ കുറഞ്ഞിട്ടാവും മരിക്കുക. ലളിത ജീവിതത്തിന്റെ പ്രാധാന്യം നിനക്കിനിയും മനസ്സിലായിട്ടില്ല. അറിയാലോ, ഗാന്ധിജി വെറും ഒരു തോർത്തുമുണ്ട് കൊടുത്തിട്ടാണ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനത്തിന് പോയത്. ഞാനൊരു തോർത്തുമുണ്ട് എടുത്തു തരാം. അശോകേട്ടനും വട്ടമേശ സമ്മേളനത്തിൽ പോയിട്ട് വാ. അടുത്ത വീട്ടിലെ രാമേന്ദ്രന് ലോട്ടറി അടിച്ചു എന്നറിഞ്ഞപ്പോൾ അസൂയ കാരണം ഞാൻ ബോധം കെട്ട് വീണിട്ടുണ്ട്. അറിഞ്ഞോ? അപ്പുറത്തെ വീട്ടിലെ രാമേന്ദ്രൻ സാറിന് ലോട്ടറി അടിച്ചു. 1 കോടി ഇന്നോവ കാറും. അശോകേട്ടാ, അയ്യോ അച്ഛാ, മോളെ അച്ഛനൊന്ന് പിടിച്ചേ. എണീക്ക് അച്ഛാ, അച്ഛാ എണീക്ക്, എണീക്ക് അച്ഛാ, അച്ഛാ. തുടർന്നങ്ങോട്ട് ലോട്ടറി ടിക്കറ്റുകളുടെ കാലമായിരുന്നു. തലങ്ങും വിലങ്ങും ലോട്ടറി ടിക്കറ്റ് എടുപ്പോടെടുപ്പ്.
വീട് ഏകദേശം പട്ടിണി പരുവത്തിലായി. ദിവസേന 100-500 രൂപയ്ക്കുള്ള ടിക്കറ്റ് എടുത്താലും തലവരയില്ലാത്തവന് ലോട്ടറി അടിക്കില്ല എന്നുള്ള സത്യം അങ്ങനെ ഞാൻ മനസ്സിലാക്കി. കുറച്ചധികം നാൾ ഞാൻ സിറ്റിയിലെ ഒരു ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. വിധി എന്നല്ലാതെ എന്ത് പറയാം. പണക്കാരുടെ മുമ്പിൽ തലകുനിച്ച് എൻ്റെ നടുവൊടിഞ്ഞു. പക്ഷേ ഇടവേളകളിൽ കിട്ടിയ ചില വിനോദങ്ങളാണ് എന്നെ അവിടെ പിടിച്ചു നിർത്തിയത്. ഒളിച്ചിരുന്ന് പണക്കാരൻ്റെ ദേഹത്ത് മുറുക്കി തുപ്പുക, അവരുടെ കാറിൻ്റെ കാറ്റഴിച്ചു വിടുക, ഇതൊക്കെയായിരുന്നു പ്രധാന വിനോദങ്ങൾ. ഒരു ദിവസം 30 കാറുകളുടെ വരെ കാറ്റ് ഞാൻ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇഷ്ടാനുസരണം പരസ്ത്രീകളെ പ്രാപിക്കാൻ കഴിയാത്തവരാണല്ലോ നമ്മുടെ നാട്ടിൽ സദാചാര പോലീസുകാരായി മാറുന്നത്. ഞാൻ അങ്ങനെയും ഒരാളായിരുന്നു. അതല്ല ഇൻസ്പെക്ടർ സാർ, അവർ രണ്ടുപേരും വന്നത് 2 കാറുകളിൽ. ആ സ്ത്രീ ഇറങ്ങി അവന്റെ കാറ് കയറി. ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ സാർ. കെട്ടിപ്പിടിക്കലും തലോടലും കേരളത്തിനൊരു സംസ്കാരമല്ലേ സാർ? പബ്ലിക് ന്യൂസൻസ് അല്ലേ സാർ ഇത്? ഇനി ഒട്ടും വൈകിക്കൂടാ. പെട്ടെന്ന് പോലീസിനെ അയക്കൂ സാർ. പോലീസിന് മാത്രമല്ല, നമുക്കുണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ. സ്വാതി, കൺട്രോൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒക്കെ ഫേസ് ചെയ്യാനുള്ള മെന്റൽ സ്ട്രെങ്താണ് ഇപ്പൊ ആവശ്യം. എനിക്ക് പറ്റുന്നില്ലടാ, പാവം എൻ്റെ അമ്മ. ഇത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ സാമൂഹ്യ വിരുദ്ധ. മനസ്സിലായില്ല. പൊതുസ്ഥലത്ത് വെച്ചാണോടാ നിന്റെ ഒക്കെ അഴിഞ്ഞാട്ടം? ഡോണ്ട് ടോക്ക് റബ്ബിഷ്, ഓക്കേ? സദാചാരം ലംഘിച്ചിട്ട് ഇംഗ്ലീഷ് പറയുന്നോടാ പട്ടി. അയ്യോ റോജ, സർ, ഇവര് രണ്ടുപേരും കുറെ നേരമായി അനാശാസ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ സംസാരമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് വന്ന് വണ്ടി കയറി. ഇങ്ങോട്ട് ഇറങ്ങടി. മാഡം, ഞങ്ങള് ഓക്കെ അവിടെ ചെന്നിട്ട് കേറടി. കഥകൾ രസകരമാവണമെങ്കിൽ വഴിത്തിരിവുകൾ ആവശ്യമാണല്ലോ. ഞാൻ ജോലി ചെയ്തിരുന്ന ഹോട്ടലിൻ്റെ പുറകിലായി ഒരു കുളവും പരിസരവുമുണ്ട്. അവിടെ വെച്ചാണ് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവം നടക്കുന്നത്. ഗുഡ് മോർണിംഗ് സർ, ഐ എം പ്രേം. ഹാംനെറ്റ് ബിൽഡേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവാണ്. ദിസ് ഇസ് അഡ്വക്കേറ്റ് ചന്ദ്രകാന്ത്, ഞങ്ങളുടെ ലീഗൽ അഡ്വൈസർ. ഹായ്. ആൻഡ് ഷീസ് മൈഥിലി, എൻ്റെ സെക്രട്ടറി. സാറിനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. തറവാടിൻ്റെ വിലാസമാണ് ആകെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നൊക്കെ താമസം മാറിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു എന്ന് അറിഞ്ഞു. എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്താ ആവശ്യം? അത് മിസ്റ്റർ അശോകന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നില്ലേ, ഇന്ദിര? അവര് ചെന്നൈയിലായിരുന്നു. 2 മാസം മുമ്പ് മരിച്ചു. അതെ, മരിക്കുന്നതിന് മുമ്പ് അവരുമായിട്ട് ഞങ്ങളുടെ കമ്പനി ഒരു ഡീൽ ഉറപ്പിച്ചിരുന്നു. ഇവിടെ അടുത്ത് ചേറ്റക്കുന്നിൽ അവരൊരു 67 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നായി സാറിന് അറിയാമായിരുന്നോ? എനിക്കൊന്നും അറിയില്ല. കുറെ വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അത് ഞങ്ങളുടെ കമ്പനി വാങ്ങിച്ചു. അതിന് തൊട്ട് കിടക്കുന്ന 2 ഏക്കർ സ്ഥലത്ത് ഞങ്ങളുടെ ഒരു ഓൺഗോയിങ് വില്ല പ്രൊജക്ട് ഉണ്ട്. അതെ, ഇതുകൂടെ ആകുമ്പോൾ റോഡ് ആക്സസ് എളുപ്പമാവും. അതുകൊണ്ടാണ് ഈ സ്ഥലം വാങ്ങിച്ചത്. നിങ്ങൾ എന്നെ കാണാൻ വന്ന കാര്യം പറയൂ.
മിസ്റ്റർ അശോകൻ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഭാഗ്യം എന്ന് പറയുന്നത് എങ്ങനെയാ കടന്നു വരുന്നത് ആർക്കും പറയാൻ പറ്റത്തില്ല. അത് തന്നെയാ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നൂറുകണക്കിന് ലോട്ടറി ടിക്കറ്റ് എടുത്ത് കുടുംബത്തെ പട്ടിണി കിട്ടവനാ ഞാൻ. അതുകൊണ്ട് എന്നോട് ഭാഗ്യത്തെ പറ്റി കൂടുതലൊന്നും പറയണ്ട. അല്ല, ഞങ്ങൾ പറയട്ടെ സാർ. ഈ സ്ഥലം വെച്ച് 2 കോടി രൂപയോളം ഇന്ദിരാ മാഡം ലോൺ എടുത്തിരുന്നു. എന്തോ ബിസിനസ്സിനോ മറ്റോ. സ്ഥലത്തിന് മൊത്തം വില നിശ്ചയിച്ച് 2.5 കോടി. അതിൽ 2 കോടി കടം തീർക്കാൻ ആദ്യമേ കൊടുത്തു. ലോൺ ക്ലോസ് ചെയ്ത ഒറിജിനൽ ഡോക്യുമെന്റ്സ് മുഴുവൻ ഞങ്ങൾ ഏൽപ്പിച്ചു. അപ്പോഴേക്കായിരുന്നല്ലോ അപ്രതീക്ഷിതമായിട്ട് അവരുടെ മരണം. കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഞങ്ങൾ ശരിക്കും വിഷമിച്ചു പോയി. സെയിൽ ഡീൽ ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്തിരുന്നെങ്കിലും രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലല്ലോ. അവർക്ക് മക്കളില്ല. ഭർത്താവ് നേരത്തെ മരിച്ചു. നിയമപ്രകാരം ഇപ്പൊ ആ സ്ഥലത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു അവകാശി മിസ്റ്റർ അശോകനാ. ഞങ്ങൾ തരാനുള്ള 50 ലക്ഷം സ്വീകരിക്കുക. എന്നിട്ട് ആ സ്ഥലം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരും. അതെ, ഓഫീസ് അഡ്രസ് ഇതിലുണ്ട്. എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിലേക്ക് വരിക. വിശദമായി അവിടെ വെച്ച് സംസാരിക്കാം. ശരിയെന്നാ.